സ്തുതി കൊടുക്കുമ്പോൾ അതിന് ഒത്തിരിയേറെ ആത്മീയ മാനങ്ങളുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഒരു വീട്ടിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി, കുടുംബ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. കാരണം നമുക്കൊക്കെ വ്യത്യസ്ത വൈകാരികതകൾ ഉള്ളത് കൊണ്ട് ഒരു കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് 4-5 പേരൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും വൈകിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ദൈവത്തെ വിളിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി പരസ്പരം സ്തുതി കൊടുത്തിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. ആ സ്തുതി കൊടുക്കുമ്പോൾ, പരസ്പരം സ്തുതി കൊടുക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അവിടെ തീർന്ന് അവിടെ അലിഞ്ഞില്ലാതാകുകയാണ്. അതുകൊണ്ടാണ് എല്ലാം നമ്മളെപ്പോഴും പറയാറുള്ള, കുടുംബത്തിലൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറൊക്കെ ഉണ്ടല്ലോ അല്ലേ? സന്ധ്യാപ്രാർത്ഥന ചൊല്ലണം. അതായത് ദൈവത്തിന് നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങി നടക്കാൻ നമ്മൾ സമ്മതിക്കണം, അനുവദിക്കണം. അങ്ങനെ ഒരു സമയം നമ്മൾ കൊടുക്കണം. ദൈവത്തിന് സമയം കൊടുക്കാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സമയം തരുന്നേ? നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും മുടങ്ങാൻ പാടില്ലാത്തൊരു വിഷയമാണ് സന്ധ്യാപ്രാർത്ഥന. കാരണം കുടുംബത്തിൽ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് ഐക്യമുണ്ടാകണമെങ്കിൽ, ചില കുടുംബത്തിലൊക്കെ ഉണ്ടോ, എന്ത് ചെയ്താലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാറില്ല, എങ്ങനെയൊക്കെ നോക്കിയാലും ഐക്യമില്ല, എപ്പോഴും അസ്വസ്ഥത, എപ്പോഴും ഭിന്നത, എപ്പോഴും കലഹമൊക്കെയാണ്. അത് കുടുംബത്തിൽ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഒത്തിരി ദാമ്പത്യങ്ങളിലും ഈ സ്വസ്ഥതക്കേടുണ്ട്, ഒരു ഐക്യമില്ല, സ്നേഹമില്ലാത്ത. ഇതൊക്കെ പരിഹരിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഏക വഴിയും എളുപ്പ വഴിയും ഇതേ ഉള്ളൂ ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ, അസമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥയും ഭിന്നതൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ, ഇത് പരിഹരിക്കാനുള്ള എളുപ്പ വഴിയും ഏക വഴിയും എന്താണെന്നറിയാമോ? എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കണം. അപ്പോൾ അപ്പൻ പുറത്തേക്ക് പോകരുത്, മകൻ തെക്കോട്ട് പോകരുത്, കവലയ്ക്ക് പോകരുത്, മകള് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകരുത്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അരമണിക്കൂർ സമയമല്ല, ആകെ സന്ധ്യാപ്രാർത്ഥനയുള്ളൂ. ആ സമയത്ത് നമ്മൾ ദൈവത്തെ മാനിക്കുന്ന സമയമാണ്. ആ ദിവസത്തിൽ ദൈവത്തെ മാനിക്കുന്ന സമയമാണ്. ബാക്കി എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതെല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലാണ്. അതായത് അതെല്ലാം നിശ്ചലമായിട്ട് നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കണം. ഹല്ലേലൂയ. നമ്മൾ മുടങ്ങാതെ നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുകയും, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുകയും, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം സ്നേഹത്തോടെ സ്തുതി കൊടുക്കുകയും ചെയ്താൽ തീരാനുള്ള പ്രശ്നങ്ങളെ ഒരു കുടുംബത്തിലുണ്ടാകും. ഹല്ലേലൂയ. ഇതെങ്ങനെയെന്നറിയാമോ? ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? പരസ്പരം സ്നേഹത്തിലുള്ള പ്രാർത്ഥന അങ്ങോട്ട് ഇല്ലാതാകും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധമാണ്. അപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയുണ്ടായി, കുടുംബ ബന്ധങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, തെറ്റിദ്ധാരണകളുണ്ടായി, അസ്വസ്ഥതകളുണ്ടായി, ദേഷ്യപ്പെട്ടു, വൈകാരികമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. ശരിയാണ്, അതൊക്കെ ഉണ്ടാകും. അങ്ങ് ചിലപ്പോൾ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ എൻ്റെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചും അപ്പോഴത്തെ എൻ്റെ വൈകാരികത അനുസരിച്ചായിരിക്കും ഞാൻ ചിലതൊക്കെ പറയുന്നത്. അതെല്ലാം ബോധപൂർവം ആലോചിച്ച് എഴുതിയിട്ട് വന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. പക്ഷെ ആ ഒറ്റ വാക്കിൽ പിടിച്ച് ചില ബന്ധങ്ങൾ ഇന്നും അസ്വസ്ഥതയോട് പോകുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സ്വാഭാവികമായി നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പരിഹരിക്കപ്പെട്ട് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് എഫെസ്യർ ലേഖനത്തിൽ വചനം പറയുന്നത്, കോപിക്കാം പക്ഷെ സൂര്യാസ്തമയം വരെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കരുത്. കോപിക്കാം. നിങ്ങൾക്ക് മക്കളോടൊക്കെ ദേഷ്യപ്പെടാം, കോപിക്കാം, ആവശ്യമുള്ള കാര്യത്തിന്. അല്ലാതെ നിങ്ങളുടെ വൈകാരികത തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾക്ക് വേറെ ആരോട് ദേഷ്യം തോന്നി അതിന് വന്നിട്ട് മക്കളോട് തല്ലുമല്ല ചെയ്യേണ്ടത്. അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. കോപിക്കാം. നമ്മളെ പാപത്തിന് നിർബന്ധിക്കുന്നവരോട് നമ്മൾ കോപിക്കണം. നമ്മളെ തെറ്റിലേക്ക് നിർബന്ധിക്കുന്നവരോട് നമ്മൾ കോപിക്കണം. ദൈവം തന്ന വികാരമാണ്. കോപിക്കാം. അപ്പം എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് കോപിക്കേണ്ട അവസ്ഥ വന്നാൽ പോലും വചനം പറയാണ്, അത് ഒരുവനെ മുറിപ്പെടുത്താൻ സാധ്യതയുണ്ട്. നമ്മുടെ കോപം, നമ്മുടെ വൈകാരികതകളൊക്കെ അവരനെ മുറിപ്പെടുത്താൻ സാധ്യതയുള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞ കോപിക്കാം, പക്ഷെ സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കരുത് എന്ന് പറഞ്ഞാൽ, ആ കോപത്തിൽ, ആ വൈകാരികതയിൽ, ആ മുറിവിൽ, ആ വെറുപ്പിൽ, ആ വിദ്വേഷത്തിൽ നീ നിന്റെ ജീവിതത്തെ അടുത്ത ദിവസത്തേക്ക് കൊണ്ടുപോകരുത്. അത് ഇന്ന് തീർത്തോളം എന്ന് പറയുന്നത്. ഇന്ന് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, സൂര്യാസ്തമയം വരെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിന്റെ അസ്തമയം വരെ, അതായത് നമ്മൾ മരിക്കുന്നവരെ ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അശുദ്ധിയും പാപവും പാപത്തിന്റെ മ്ലേച്ഛതകളൊക്കെ തുടർന്നാൽ അത് നമ്മെ നിത്യനാശത്തിലേക്ക് എത്തിക്കും.